ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും അവന് താടി ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, ഒരു 20 വയസ്സുകാരന്റെ ശരീരം ഉണ്ടായിരുന്നു. അവൻ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഒരേ സ്വരത്തിൽ അവനെ കളിയാക്കിയിട്ടുമുണ്ട്. ഈ 12 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ മച്ചാൻ അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുസൃതികളും ഉണ്ടായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കണ്ട പോലെ അവനെ ആരും കണ്ടില്ല. കാരണം അവന് ശരീര വളർച്ച ഉള്ളത് കൊണ്ട് അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 12 വയസ്സുകാരന് 13ആയി, 14ആയി, 15ആയി. അവനവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ കുറ്റപ്പെടുത്തലിന്റെ രീതിയും മാറി, ഭാവവും മാറി. പിന്നീട് അവനെ എല്ലാവരും ക്രിമിനലാക്കി. ഓരോ അധ്യാപകരും അവനെ ക്രിമിനൽ എന്ന് തന്നെ വിളിച്ചു. ഏതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരാളുണ്ടാവും. അവനും ഉണ്ടായിരുന്നു ആ ഒരാൾ. അതവന്റെ അമ്മയായിരുന്നു. മറ്റാരേക്കാളും അവന്റെ അമ്മയ്ക്ക് അവരെ അറിയാമായിരുന്നു. ഇന്ന് അവനെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുടെ മനസ്സിലൊരു വണ്ടി പ്രാന്തനായിട്ട് അവൻ നിറഞ്ഞു നിൽക്കുന്നത്. അവന്റെ പേര് വിക്കി. നമ്മൾ ജനിക്കുന്നു, നാട്ടുകാർക്ക് എന്ത് തോന്നുമെന്ന് വിചാരിക്കുന്നു, നമ്മൾ മരിക്കുന്നു. നിന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ച ജീവിതമായി മുന്നോട്ട് തന്നെ പോവുക. കാരണം ഞാൻ ആഗ്രഹിച്ച ജീവിതമായി മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. നമ്മൾ ചെയ്യുന്നതിനെ കുറ്റം പറയും, നമ്മളുടെ നന്മകളെ ഇല്ലാണ്ടാക്കാൻ 1000, 10,000 പേര് ശ്രമിക്കും. മുന്നോട്ട് തന്നെ പോവുക, ക്ഷമയോടെ, ഒരു ചിരി കൊടുത്ത്, മൗനമായി. കാരണം നമുക്ക് വിജയം കാണാൻ കഴിയും. ഞാൻ വിജയം കണ്ട ഒരു വ്യക്തിയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. വിക്കി എന്റെ കൂട്ടുകാരാണ്, എന്റെ സുഹൃത്താണെന്ന് പറയാൻ മടിച്ചവർ പോലും വിക്കിയോടൊപ്പമുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. കടിച്ച പാമ്പിനെയും കൊണ്ട് വിഷമിറക്കിക്കുക എന്ന് പഴമക്കാർ പറയുന്നു. നമ്മളെ കുറ്റം പറഞ്ഞവരെ കൊണ്ട് നമ്മൾ നല്ലത് പറയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ജീവിതത്തിലെ വലിയ വിജയം. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ഇന്നലകളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നാളെ വരാനിരിക്കുന്ന വലിയ കാര്യത്തിനെ ഓർത്ത് ചിന്തിക്കാതെ ഇരിക്കുക. ഇന്നത്തെ ദിവസം നീ ഉണ്ടോ, ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുക. കഴിവിനെ കമ്പനി ഒന്നും അംഗീകരിക്കും.